കുറച്ചുകൂടെ ഉറങ്ങട്ടെന്ന്. മര്യാദ ചിരി കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് മുത്തേ. അയ്യോടാ പാവം, അവിടെ ഒരു മുത്തല്ല പോത്ത. അലാറല്ല നെറുകന്തിൽ ഇരുത്തി വീണാലും ഈ മനുഷ്യനുണരുവോ? ദേ മനുഷ്യ, ഓഫീസിലോട്ടൊന്നും പോകണ്ടായോ? ഓ കിടക്കുന്ന കിടപ്പുണ്ടെങ്കിൽ മനുഷ്യ പോണോ? ഓ ഇങ്ങനൊരു കുഴിമണി ആർക്കായാലും ശമ്പളം കിട്ടുന്ന ദിവസമെങ്കിലും ഓഫീസിൽ പോകാൻ ഉത്സാഹം ഉണ്ടാവും. ഓ ഇങ്ങനൊരു ജന്മം. കേട്ടില്ലേ നിങ്ങളെ ഞാൻ വിളിക്കുന്നത്? പിന്നല്ലാതെ. അയ്യോ, പണ്ടൊക്കെ കൊച്ചു വെളുപ്പാൻ കാലത്ത് കാക്കകളുടെ കകകാരവം കേട്ടാണ് ഉണരാറുള്ളത്. ഇപ്പൊ ഇതുങ്ങളായി വേസ്റ്റ് പോലും ദുശകനം. സരസുവേ, ഉച്ചയൂണിന് എന്തുവാ സ്പെഷ്യല്? കൂർക്കത്തോരൻ. കൂർക്ക കഴിക്കണോണ്ടാവോ ഓഫീസിലെത്തി ഫയല് തുറന്ന് അപ്പ കൂർക്കം വലിയും തുടങ്ങും. എറണാകുളത്ത് നിന്നും അച്ഛൻ ഉറങ്ങാൻ വേണ്ടി മാത്രം സെക്രട്ടേറിയറ്റിൽ പോവാണെന്നാ കോളനിയിൽ എല്ലാരും പറയുന്നത്. ഓ പിന്നെ അച്ഛന്റെ ജോലി എന്ന് പറഞ്ഞ നിന്റെ അമ്മയുടെ ഇലക്ട്രിസിറ്റി പോലൊന്നും അല്ല. കാലത്ത് ഇന്റർസിറ്റി വിളിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോ മണി 11 ആകും. പിന്നെ അവിടുന്ന് സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോ ലഞ്ചിനുള്ള സമയവും ഊണ് കഴിഞ്ഞ് കൂർക്കവും വലിച്ച് ഉറങ്ങി ഉണരുമ്പോഴേക്കും തിരിച്ചുള്ള ഇന്റർസിറ്റിക്ക് സമയവും. പിന്നെ ഗവൺമെന്റ് എന്ത് പഞ്ചിങ് സിസ്റ്റം കൊണ്ടുവന്നാലും ഇതുപോലുള്ള പഞ്ചർ കേസൊന്നും നേരെയാവില്ലല്ലോ. മെഡിസിൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇനി ഉറങ്ങിയിട്ട് മരുന്ന് കഴിക്കാൻ മറന്നു പറഞ്ഞേക്കും. ട്രെയിനിനുള്ള സമയമായി. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ഉറങ്ങാൻ പോകുന്നോട് ഗുഡ് നൈറ്റ് എന്നല്ലാതെ ഗുഡ് മോർണിംഗ് എന്നാണ് മനുഷ്യ പറയുന്നത്. എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ പൊന്നെ, ഇങ്ങനെ ഒരു മനുഷ്യൻ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അല്ല, ബോബച്ചൻ ഗൾഫ് മതിയാക്കി ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വന്ന ഈ ലീവിന് മറ്റു മെനക്കെടുന്ന സമയത്ത് ആ നക്കാപ്പിച്ച സർക്കാർ ജോലി അങ്ങ് വേണ്ടാന്ന് വെച്ചൂടെ? അത് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടുകയും ചെയ്യും. എടോ, മരണപ്പായയില് പെൻഷൻ കിട്ടുന്ന വകുപ്പാ ഗവൺമെന്റ് ഉദ്യോഗം. ഇനി വല്ല സാമ്പത്തിക മാധ്യമം കൊണ്ട് ഗൾഫിൽ നിന്നെങ്ങാനും പോരേണ്ടി വന്നാലും ഇവിടെ അടച്ചു വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടെന്നുള്ള ധൈര്യം ഉണ്ടല്ലോ. അല്ല, ബോബിച്ചൻ ലീവ് എടുത്താ ഗൾഫിൽ പോണത്, ഇയാളോ ലീവ് പോലും എടുക്കാതെയാ സീരിയൽ അഭിനയം. അതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സർക്കാർ സർവീസിലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. ചരിത്ര കഥയാ. 400 എപ്പിസോഡ് കഴിഞ്ഞു. ഗ്രഹണി പിടിച്ച പിള്ളേരുടെ വയറൊഴിയുന്ന പോലെ അതിങ്ങനെ ആയിക്കൊണ്ടേയിരിക്കും. അതെ, പോട്ടെ, ഓഫീസിൽ പോയി ശമ്പളം മേടിച്ചിട്ട് വേണം ഷൂട്ടിങ്ങിന് പോകാൻ. ഈ വേഷത്തിലോ? TV കണ്ടിട്ട് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന ഭാര്യയുടെ പരാതി. അതാ ഇവിടെ ഇങ്ങനെ ഒരു ഫാൻസി ഡ്രസ്. വരട്ടെ. ബോബിച്ചോ, മരിക്കുന്നത് വരെ സർക്കാർ ജോലി നമ്മോടൊപ്പം ഉണ്ടാവും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഓർക്കാൻ ഈ സീരിയൽ മാത്രമേ കാണൂ. വരട്ടെ. വേണ്ട, അമ്മയൊന്നും പറയണ്ട. കുറെ നാളായി അച്ഛൻ ഈ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. മാറ്, കൈവിട്, ഞാൻ പോവാ. വിട്. മോൻ പിണങ്ങിയാ പോയത്. അവന്റെ പ്രായം അതല്ലേ. ശമ്പളം കിട്ടിയ 2 അറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാട് നമുക്കല്ലേ അറിയൂ. ധർമ്മം തന്ന് സഹായിക്കണ സാറേ, ഗതിയില്ലാത്തൊരഗതിയാണ്. ഇതാ സർക്കാർ മാതാവ് കടാക്ഷിച്ചു. പലിശ ഇനത്തിൽ 2000 കിട്ടി ബോധിച്ചു. ഇനി പിച്ച ഇനത്തിൽ എന്തെങ്കിലും സഹായിക്കണേ. കൊടുത്താലല്ലേ കിട്ടൂ. കടമായിട്ട് കുറച്ച് കാശ് കൂടി കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. മോനൊരു സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ വാങ്ങാനാ. നോക്കട്ടെ, ഡ്യൂട്ടി സമയത്ത് ഉറങ്ങാത്ത ഏക സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ബഹുമാനം എനിക്ക് സാറിനോടുണ്ട്. KSRTC ഡ്രൈവറായി പോയില്ലേ? അല്ല സാറേ, ഇപ്പൊ 3-4 ഡ്യൂട്ടി ഒരുമിച്ചെടുത്ത ആളക്കൊല്ലികളാണ് കൂടുതലെന്ന് കേട്ട്. നേരാണ്. ഉറങ്ങിയ അപ്പ വിവരം അറിയില്ലേ? എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. അല്ല, അതെ, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. പലിശ 130. അതെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം. ഇല്ലെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരൻ ജാമ്യമെങ്കിലും നിൽക്കണം. ഉള്ളി സർക്കാർ സാർ കൊടുക്കൂല. പെട്രോൾ തീർന്നായിരുന്നു. ഇപ്പൊ ഒഴിച്ചപ്പോ ഓക്കെ. ഈ വണ്ടിയുടെ ഒക്കെ ഒരു കാര്യം വരുന്നുണ്ട്. ഇയാളിത് എവിടെ ആയിരുന്നോ? ഞാൻ എവിടെ ആയിരിക്കണം?
ഞങ്ങൾ പമ്പ് ഹൗസിൽ ചെന്ന് തിരക്കി. ഓഹോ ഒരു പമ്പ് ഓപ്പറേറ്റർ എന്ന നിലയ്ക്ക് ഐ ആം ഇൻ ഡ്യൂട്ടി. അറിയോ, മോട്ടോർ ഓൺ ചെയ്താൽ അത് അവിടെ കിടന്ന് കറങ്ങും, ഞാൻ ഇവിടെ കിടന്ന് കറങ്ങും. ഇനി 7 മണിക്കൂർ കഴിഞ്ഞ് മോട്ടോർ ഓഫാക്കാനായിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. അതവിടെ വർക്കഹോളിക്ക്, ഞാനിവിടെ ആൽക്കഹോളിക്ക്. ആട്ടെ, കോടതിയോ പോലീസ് സ്റ്റേഷനോ എവിടെയാ ഞാൻ ജാമ്യക്കാരനാവുണ്ട്? 11 മണിക്ക് കോടതിയിൽ എത്ര വന്നാ വക്കീല് പറഞ്ഞത്? ഓ, ഒരു കണ്ടീഷൻ മാത്രമേ ജാമ്യം ജാഫറിനുള്ളൂ. അഡ്വാൻസ് ബോട്ടിലായിട്ട് തന്നെ വേണം. അതാണ് എന്റെ വാട്ടീസ് അതോറിറ്റി. അതോ സർക്കാർ പിച്ച വിട്ട് അവന്റെ കയ്യിലെങ്ങാനും പെട്ടാവുണ്ടല്ലോ. നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുന്നവര് പോടാ, പോയിക്കെ രണ്ടുപേരും പോ. ജാമ്യം എടാ തെണ്ടി പിടിക്കാൻ വരുമ്പോ വണ്ടി ചതിക്കും. നിൽക്കൂലടാ. എടാ തെണ്ടി നിക്കടാ അവിടെ. നമ്മുടെ എന്റെ കയ്യിലാടാ മോനെ നീ. ആ ശിവരാമകൃഷ്ണൻ തന്നെ, മനസ്സിലായി. ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ലീവ് എടുക്കാനോ? പറ്റത്തില്ല. നോ 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 നോ, ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ഓഫീസ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നോടാ കളി. എന്താടാ എന്തുവാടേ ഇത്? മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ, മുട്ടാതെ തുറന്നു. മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ല, മുട്ടുവിൻ തൊഴിക്കപ്പെടുമെന്നാ. വേണ്ട. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഒന്ന് ഒഴിക്കാൻ വന്നാ സാറേ. ഒഴിക്കാനോ? അല്ല, ഒന്ന് ഒളിക്കാൻ വന്നാ സാറേ. ഒരു കള്ള് ബോട്ടിൽ കിട്ടിയാൽ ചത്ത ആത്മാവിന് പോലും ജാമ്യം നിൽക്കും. ഇപ്പൊ ഈ ഓട്ടം അറസ്റ്റ് വാറണ്ടായി കാണുമല്ലേ? ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരും. പോയെ പോയെ പോയെ, വേറെ എവിടെങ്കിലും പോയി ഒളിക്ക്. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. മനസ്സിലായി. എനിക്ക് സാറിന്റെ വികാരം ശരിക്കും മനസ്സിലായി. എന്തോന്ന്? ഫെബ്രുവരിയിലെ ശമ്പള ദിവസം, ദിവസങ്ങൾ കുറഞ്ഞ മാസം, നമ്മുടെ സർക്കാർ ജീവനക്കാരുടെ പ്രിയപ്പെട്ട മാസം. എന്തൊരു ശുഷ്കാന്തി, എന്തൊരു കൃത്യനിഷ്ഠ. അച്ഛനോ? ഏത് വകുപ്പില്? ആ എനിക്കറിഞ്ഞൂടാ. പിന്നെ ആരാ? എന്റെ മോനല്ല സാറേ, സാറിന്റെ മോനാന്ന് തോന്നുന്നു. അതേ മുഖച്ചായ, നല്ല ചുമന്ന് തുടുത്തിരിക്കുന്നു. എന്റെ മോനോ? അതെ. അച്ഛനോ? അമ്മ എന്നതിന് പകരം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി വിളിച്ചത്. ഇങ്ങനെ വിളിച്ച മുഖത്തിന്റെ ഷേപ്പും ചേഞ്ച് ആവും. ആ മാറുന്ന ചേഞ്ച് ഈ ധർമ്മപാത്രത്തിൽ പിച്ചയായിട്ട് ഇട്ടാ മതി. ഒരു ചേഞ്ച് ആർക്കാ സാറേ ഇഷ്ടമല്ലാത്തത്? നല്ല വാചകടിയാണല്ലോ. പോയെ പോയെ പോയെ, ഇവിടെ ഒന്നുമില്ല. ക്യാഷ് ആയിട്ടില്ലെങ്കിൽ കാർഡായാലും മതി, ഞാൻ ഉരച്ചു നോക്കിയിട്ട് തിരിച്ചു തരാം. ആഹാ, പോയെ. സാറേ, ആ പരമനാറിയുണ്ടല്ലോ ജാമ്യം ജാഫർ, സാർ അവനെ കാണണമെങ്കിൽ പറഞ്ഞേക്കും. എന്തെങ്കിലും അവന്റെ കയ്യിൽ വന്ന് പെടും. അന്ന് ഞാൻ അവന്റെ കുടലും മണ്ണുള്ള എന്നോട് അവന്റെ കളി. ഉച്ച വെച്ച നാൾ മുതൽ നാണമില്ലല്ലോടോ. കണ്ട പിച്ചക്കാരനെ പോലും പേടിക്കണം. കഷ്ടം. ഒരുത്തിന് പലിശക്കാശിന് ജാമ്യം നിന്നാ സാറേ. ആ എണ്ണം കെട്ടവും മുങ്ങി. എന്നെ കൈ കിട്ടിയ ആ പിച്ച കോളനിയിലെ കുഷ്ഠരോഗികളെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്ന സാറേ. ഇപ്പൊ പോയ പിച്ചത്തണ്ടിയുടെ ഭീഷണി. അച്ഛ ഹെൽമെറ്റ് വെച്ചു. അപ്പൊ ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസാ. മോളെ, ഈ ഹെൽമെറ്റ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കടക്കാരെയും പറ്റുകാരെയും കണ്ടാ മുങ്ങാം. അത്യാവശ്യം ആരെങ്കിലും എന്നെ ചീത്ത വിളിച്ചാൽ ഞാനത് കേൾക്കുകയില്ല. പിന്നെ നിന്റെ അമ്മയുടെ പരാതിയും പരദോഷത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം. അങ്ങനെ ഹെൽമെറ്റ് വെച്ചതുകൊണ്ടൊന്നും രക്ഷപ്പെടാന്ന് നോക്കണ്ട. ഡേ മുകുന്ദേട്ടാ, 2 മാസമായി മോളുടെ ഡേ കെയറിലെ ഫീസ് കൊടുത്തിട്ട്. പിന്നെ അടുക്കളയിലാണെങ്കിൽ അരിയില്ല, പഞ്ചസാരയില്ല. തുടങ്ങി. ഇടി കാലത്ത് ഇല്ല ഇല്ല എന്നല്ല, എന്തെങ്കിലും ഐശ്വര്യമായിട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എങ്കിലിവിടെ അരിയില്ലായ്മയുണ്ട്, പഞ്ചസാര ഇല്ലായ്മയുണ്ട്. എന്താ ഐശ്വര്യായില്ലേ? മതി മതി. ദൈവമേ, ശമ്പളം കിട്ടുന്ന ദിവസം ഏതെങ്കിലും തീവ്രവാദി സംഘടനകൾ 2 ദിവസത്തേക്കെങ്കിലും എന്നെ തട്ടിക്കൊണ്ടു പോകണമെന്ന് എന്റെ പ്രാർത്ഥന. ആർടി ഓഫീസിലെ തൂണിന് പോലും കൈക്കൂലി കിട്ടും. അത് വാങ്ങാൻ അറിയില്ലല്ലോ. ലക്ഷണം കണ്ടിട്ട് മൂത്തോൾ നിങ്ങളെ പോലെ സർക്കാർ സ്കൂളിലും പഠിച്ച് വല്ല സർക്കാർ ഉദ്യോഗസ്ഥ ആവാനാ സാധ്യത. പക്ഷെ എന്റെ ഈ പൊടിമോളുണ്ടല്ലോ, ഇവളെ ഞാൻ IT കാരിയാക്കും. IT കാർക്കൊക്കെ ഇപ്പൊ എന്താ ഡിമാൻഡ് എന്ന് അറിയോ? അച്ഛാ, പാൽക്കാരനും പത്രക്കാരനും വേസ്റ്റുകാരനും എല്ലാം പിരിവിനിറങ്ങിയിരിക്കയാ. അച്ഛന് ജീവൻ വേണമെങ്കിൽ ഈ ഹെൽമെറ്റ് വെച്ച് ഓടിപ്പോക്കോ. ഗവൺമെന്റിന്റെ പവർ കട്ട് പോലെയാ, കൃത്യസമയത്ത് നിങ്ങൾ എത്തിക്കോളും. ഈ മാസവും കാശ് കിട്ടാൻ നമ്മൾ കുറെ കഷ്ടപ്പെടും.